വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനുകളെ, ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലെ സംസാരിച്ചു വച്ചത് ഉദ്ഹിയ്യത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അല്പസമയം ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ ഉദ്ഹിയ്യത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കപ്പെട്ട ഒരുപാട് മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലൂടെയും ധാരാളമായി ഉദ്ഹിയ്യത്തിൻ്റെ പോരിശ ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് ചെറിയ നിലക്ക് വിശകലനം ചെയ്യുകയാണ്. ബലിപെരുന്നാൾ ദിവസം ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അത് ഉദ്ഹിയ്യത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു തൻ്റെ സുനനിൽ 1493 നമ്പർ ഹദീസായി ഉദ്ധരിച്ചതിൽ കാണാം, അൻ ആയിഷത റളിയല്ലാഹു അൻഹ മാ അമില ആദമിയുൻ മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖി ദമി വഇന്നഹാ ലതഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅദ്ലാഫിഹാ വഇന്ന ദമ ليقع من الله بمكان قبل أن يقع من الأرض فطيبوا بها نفسا. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബലിപെരുന്നാൾ ദിവസം ഒരടിമ ചെയ്യുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അള്ളാഹുവിന് പിരിശപ്പെട്ടത് രക്തച്ചൊരിച്ചിലാണ്. അതായത് ഉദ്ഹിയ്യത്ത് മൃഗങ്ങളുടെ രക്തം ചൊരിക്കുക, അവകളെ അറവ് നടത്തുക എന്നുള്ളതാണ്. ബലിപെരുന്നാൾ ദിനത്തിൽ വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിന് ഏറ്റവും പിരിശപ്പെട്ടതായി അവന് നിർവഹിക്കാനുള്ള കർമ്മം ഉദ്ഹിയ്യത്താണ് എന്ന് ചുരുക്കം. വഇന്നഹാ, നിശ്ചയം ആ ഉദ്ഹിയ്യത്ത് മൃഗം ലതഅതി യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ അത് വരും. ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅദ്ലാഫിഹാ, അതിൻ്റെ കുളമ്പുകളോടെ, അതിൻ്റെ എല്ലാ രോമങ്ങളോടുകൂടെയും അതിൻ്റെ കൊമ്പുകളോടുകൂടെ പൂർണ്ണമായ നിലക്ക് തന്നെ ഉദ്ഹിയ്യത്ത് മൃഗം നാളെ പരലോകത്ത് വരും. അവിടെ ഇമാമുകൾ വിശദീകരിച്ചതിൽ യർകബഹ സ്വാഹിബുഹ എന്നാണ്. എന്തിനാണ് ഉദ്ഹിയ്യത്ത് മൃഗം അങ്ങനെ വരുന്നത്? ഈ ഉദ്ഹിയ്യത്ത് അറുത്തയാൾക്ക് അതിന്മേൽ വാഹനം കയറിപ്പോകാൻ വേണ്ടിയാണ്. ചില ഹദീസുകളിൽ അളീമു ദഹായാകും ഫഇന്നഹ അല സിറാത്തി മത്വായാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഉദ്ഹിയ്യത്ത് മൃഗങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുക, കാരണം നാളെ നിങ്ങൾക്ക് സിറാത്തിന്മേലുള്ള വാഹനമാണ് അത് എന്ന് കാണാം. അപ്പൊ അതുപോലെ ബലിപെരുന്നാൾ ദിനത്തിൽ ഒരു വിശ്വാസി നിർവഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിന് പിരിശപ്പെട്ട കർമ്മം അത് ഉദ്ഹിയ്യത്താണ്. ഉദ്ഹിയ്യത്ത് മൃഗം പൂർണ്ണമായ നിലക്ക് ഒരു രോമങ്ങളും കൊഴിയാത്ത വിധത്തിൽ നാളെ പരലോകത്ത് ആ സ്വാഹിബിനെ, ആ ഉദ്ഹിയ്യത്ത് അറുത്തയാളെ സമീപിക്കുന്നതും അവന് വാഹനം കയറാൻ വിധം അത് ഒരുങ്ങി വരുന്നതുമാണ്. وإن الدم ليقع من الله بمكان قبل أن يقع من الأرض فطيبوا بها نفسا. ആ ഉദ്ഹിയ്യത്ത് മൃഗത്തിന്റെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹുവിന്റെ പക്കൽ വളരെ സവിശേഷമായ ഒരു സ്ഥാനത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല മനസ്സോടുകൂടെ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുവീൻ. നല്ല മനസ്സോടുകൂടെ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുവീൻ. നിയ്യത്ത് വളരെ പ്രധാനമാണല്ലോ. ഉദ്ഹിയ്യത്ത് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു സമ്പന്നനാണ്, ഉദ്ഹിയ്യത്തിന്റെ സാമ്പത്തിക ശേഷി എന്താണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിലായി നമുക്ക് വിശദീകരിക്കണം. പൊതുവെ ഒരു ദുരഭിമാനം ചില ആളുകൾക്കൊക്കെ ഈ സംഭാവന ചെയ്യാനും അതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത് അറുക്കാനൊക്കെ ഞാനൊരു സമ്പന്നനായിട്ട് അത് ചെയ്യണം, മറ്റുള്ളവനേക്കാൾ മികച്ചു നിൽക്കണം, അവനൊന്നറുത്താൽ രണ്ടെണ്ണം അറക്കണം, ആ നിലക്കൊക്കെയുള്ളൊരു വാശിയും ഒരു ചിന്തയും ഉണ്ടാകാറുണ്ട്. അത് പെരുപ്പം കാണിക്കാനും മേന്മ നടിക്കാനുമാണ്. ആ നിയ്യത്ത് ശരിയല്ല. നല്ല മനസ്സോടുകൂടെ ഉദ്ഹിയ്യത്ത് അറുത്തവർക്കുള്ള പ്രതിഫലമാണ് ഹദീസിൽ വാഗ്ദത്തം ചെയ്തത്. ഇബ്നു മാജ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് 3127
സയ്യിദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, മാ ഹാദിഹിൽ അളാഹി, എന്താണ് ഈ ഉളഹിയ്യത്ത് മൃഗങ്ങളുടെ കാര്യം, എന്താണ് ഈ ഉളഹിയ്യത്തിന്റെ കാര്യം? ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുന്നത്തു അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ സുന്നത്താണത്, ചര്യയാണ്, മഹാനവറുകൾ നടപടിയാക്കി കൊണ്ടുവന്നതാണ്, മഹാനവറുകൾ ചര്യയാണ്. ഖാലു, അപ്പൊ അവര് ചോദിച്ചു, ഫമാലനാ ഫിഹാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കതിലെന്താണുള്ളത് പ്രതിഫലമായിട്ടും നേട്ടമായിട്ടും? ഖാല, നബി തങ്ങൾ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, ഓരോ രോമത്തിനും ഹസനത്താണ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത്, വലിയ പ്രതിഫലമാണ്. ഉളഹിയ്യത്ത് മൃഗത്തിന്റെ ഓരോ രോമത്തിനും പ്രതിഫലമാണ്. ഞങ്ങൾക്കെന്താണ് ഉളഹിയ്യത്തിൽ കിട്ടാനിരിക്കുന്നത് എന്ന് ചോദിച്ച സ്വഹാബത്തിനോട് അഷ്റഫുൽ ഖൽഖിന്റെ മറുപടി, ഉളഹിയ്യത്ത് മൃഗത്തിന്റെ ഓരോ രോമങ്ങൾ കണക്കെയും നിങ്ങൾക്ക് ഹസനത്തുകൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ചില്ലറ ഒരു അമലല്ല. ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അൻ അബീ സഈദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഫാത്തിമത്തു, ഹേ ഫാത്തിമ, ഖൂമി ഇലാ ഉളഹിയ്യതികി ഫശ്ഹദീഹ, നിങ്ങളെ ഉളഹിയ്യത്ത് മൃഗത്തിന് ആ മൃഗത്തെ അറക്കുന്നതിന് സാക്ഷിയാകുക, അവിടെ സന്നിഹിതയാകുക, അതിലേക്ക് എഴുന്നേൽക്കുക. കാരണം ഫഇന്നലകി, നിശ്ചയം നിനക്കുണ്ട്, ബി അവ്വലി ഖതുറത്തിൻ തഖ്തുറു മിൻ ദമിഹാ അയ്യുഗ്ഫറ ലകി മാ സലഫ മിൻ ദുനൂബികി, ആ ഉളഹിയ്യത്ത് മൃഗത്തിന്റെ രക്തത്തിൽ നിന്നും ആദ്യമായി ഉറ്റി വീഴുന്ന രക്തത്തുള്ളി ഉണ്ടല്ലോ, ആ രക്തത്തുള്ളി കൊണ്ട് നിങ്ങൾ ചെയ്തു പോയ മുൻകടന്ന എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. ശ്രദ്ധിക്കണം, ഉളഹിയ്യത്ത് മൃഗത്തിന്റെ ഭൂമിയിൽ പതിക്കുന്ന ഉറ്റി വീഴുന്ന രക്തങ്ങളിൽ നിന്ന് ആദ്യ തുള്ളി വീഴുമ്പോൾ തന്നെ കഴിഞ്ഞു പോയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുകയാണ് എന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവിടെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കണം. സ്ത്രീകളൊക്കാകുമ്പോൾ പൊതുവെ ഉളഹിയ്യത്തിന്റെ അവിടെ ഒരു മര്യാദയാണ്, സുന്നത്താണ്. ഉളഹിയ്യത്ത് ഉദ്ദേശിക്കുന്നവന് സ്വന്തമായി അറവ് നടത്തുക എന്നുള്ളത്. സ്ത്രീകളൊക്കെയാണെങ്കിൽ അവിടെ മറ്റൊരാളെ അറക്കാനേൽപ്പിക്കലാണ് സുന്നത്ത്. ആ സ്ഥലത്ത് സന്നിഹിതമാകൽ സുന്നത്തുണ്ട് എന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖാലത്ത്, അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, ഇതിപ്പോ തങ്ങൾ എന്നോടാണല്ലോ പറഞ്ഞത്, ഉളഹിയ്യത്ത് മൃഗത്തിന്റെ രക്തത്തിൽ നിന്ന് ആദ്യമായി ഭൂമിയിൽ ഉറ്റി വീഴുന്ന ആ രക്തത്തുള്ളി കൊണ്ട് തന്നെ മുൻകടന്ന എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് ഞങ്ങൾ അഹ്ലു ബൈത്തിന് മാത്രമാണോ, നബി കുടുംബത്തിന് മാത്രമാണോ? അലനാ ഖാസ്വ, ഞങ്ങൾക്ക് പ്രത്യേകമാണോ നബിയെ? അവലനാ വലിൽ മുസ്ലിമീൻ, അതല്ല ഞങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ഉണ്ടോ? അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, നമുക്കുമുണ്ട്, മുസ്ലിങ്ങൾക്കുമുണ്ട്. ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ്. അപ്പൊ ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം, ബലിപെരുന്നാൾ ദിവസത്തിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ നിർവഹിക്കുന്ന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം അത് ഉളഹിയ്യത്താണ്. ആ ഉളഹിയ്യത്ത് മൃഗം നാളെ പൂർണ്ണമായ നിലക്ക് ഒരു രോമങ്ങളും കൊഴിയപ്പെടാത്ത നിലക്ക് പരലോകത്ത് വരുന്നതാണ് ഉളഹിയ്യത്ത് അറുത്ത ആൾക്ക് വാഹനം കയറാൻ വേണ്ടി. മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, ഉളഹിയ്യത്ത് മൃഗത്തിന്റെ ഓരോ രോമം കണക്കെയും വലിയ പ്രതിഫലമാണ് നൽകപ്പെടുന്നത്. ഇമാം ബസ്സാർ തങ്ങളെ ഹദീസിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ചതിലുള്ളത്, പറഞ്ഞു കൊടുത്തതിലുള്ളത്, ആ ഉളഹിയ്യത്തിന്റെ ആദ്യ രക്തത്തുള്ളി ഭൂമിയിൽ പതിക്കുന്നതോടുകൂടെ സർവ്വദോഷങ്ങളും പൊറുക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഉളഹിയ്യത്ത് അറക്കുന്ന സമയത്ത് നല്ല നെയ്യത്തോടുകൂടെ, നല്ല ചിന്തയോടുകൂടെ, നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവനേക്കാൾ ഒന്നുകൂടെ അറുത്ത് പേരെടുക്കണം, ഞാൻ 2 അറുത്തു 3 അറുത്തു എന്നുള്ള പേര് കിട്ടണം, ആ ചിന്ത ഉണ്ടാകാൻ പാടില്ല. നെയ്യത്ത് മോശമായി കഴിഞ്ഞാൽ പിന്നെ അമലുകളൊന്നും പ്രതിഫലം ലഭിക്കുക മാത്രാവൂല, അതൊക്കെ പാഴായി പോകും. അലി റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി പറയുന്നു, അയ്യുഹന്നാസു ലഹു വഹ്തസിബു ബിദിമാഇഹാ, ജനങ്ങളെ, നിങ്ങൾ ഉളഹിയ്യത്ത് കർമ്മം നിർവഹിക്കുകയും, വഹ്തസിബു ബിദിമാഇഹാ, അതിനെ അറുക്കൽ കൊണ്ട്, ആ രക്തം ചിന്തൽ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ പ്രതിഫലം ലാക്കാക്കുകയും, അത് പ്രതീക്ഷിക്കുകയും എന്നാണ് മഹാനുകൾ പറയുന്നത്. അപ്പൊ നല്ല നിലക്ക് ഒരാൾ ഉളഹിയ്യത്ത് കർമ്മം നിർവഹിച്ചാൽ അത് നരകത്തിൽ നിന്ന് അവനുള്ള കവചമാണ്, കാവലാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൻ ളഹ ത്വയ്യിബത്തുൻ നഫ്സുഹു മുഹ്തസിബൻ ലിഉളഹിയ്യതിഹി കാനത് ലഹു ഹിജാബൻ മിനന്നാർ, ആരെങ്കിലും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് ഭൗതികമായ ചിന്തകളൊന്നുമില്ലാതെ, മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ലാതെ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ
ജനങ്ങൾക്കിടയിൽ പേരെടുക്കണം, ഞാനൊരു പ്രമാണിയാണെന്ന് ജനങ്ങൾ അറിയണം, ആ വക ചിന്തൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, പ്രീതിക്കു വേണ്ടി എന്ന നിലയ്ക്ക് ഒരാൾ ഉദ്ഹിയ്യത്ത് കർമ്മം നല്ല ചിന്തയോടുകൂടെ നിർവഹിച്ചാൽ കാനത്ത് ലഹു ഹിജാബൻ മിനന്നാർ, അത് നരകത്തിൽ നിന്ന് അവനുള്ള ഹിജാബായി, കവചമായി മാറുന്നതാണ്. ഇമാം തുബ്രാനിയുടെ ഹദീസ്. അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ സവാജിറിൽ ഈ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. കഴിവുള്ളവൻ ഉദ്ഹിയ്യത്ത് ഒഴിവാക്കുന്നത് ചില ഇമാമികളുടെ അടുക്കൽ വൻകുറ്റമാണ്, ഹറാമാണെന്ന് വിശദീകരിച്ച് വൻകുറ്റങ്ങളെ എണ്ണിപ്പറയുന്ന സ്ഥലത്ത് ഇമാം അവർകൾ ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം മുൻദിരി റളിയല്ലാഹു അൻഹു തന്റെ തർഗീബ് വ തർഹീബിൽ ഈ ഹദീസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, പല ഗ്രന്ഥങ്ങളിലും ഉണ്ട്. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറയുന്ന ആ സൂറത്തുൽ കൗസറിന്റെ 3-ാമത്തെ സൂക്തം, അതുകൊണ്ട് നബിയെ തങ്ങളെ നാദിനു വേണ്ടി തങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞ നിസ്കാരം അത് പെരുന്നാൾ നിസ്കാരമാണെന്നും വൻഹർ എന്ന് പറഞ്ഞാൽ ഉദ്ഹിയ്യത്ത് കർമ്മമാണെന്നും ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അദ്ദുറുൽ മൻസൂറിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് വ്യാഖ്യാനം. തുബറാനിയുടെ മറ്റൊരു ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ മുൻഫിഖത്തിൽ വരിഖു ഫീ ഷൈഇൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഹരിൻ യുൻഹറു ഫീ യൗമിൽ ഈദിൻ. പെരുന്നാൾ ദിവസത്തിൽ അറുക്കപ്പെടുന്ന ഒരു ബലിക്കു വേണ്ടി ഒരാൾ ചെലവഴിക്കുന്ന ഒരു വെള്ളിത്തുട്ടിനേക്കാൾ, ഒരു വെള്ളി നാണയത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നും തന്നെയില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉദ്ഹിയ്യത്തിന്റെ കർമ്മപരമായ വിഷയങ്ങളല്ല ഞാനിപ്പോൾ പറഞ്ഞത്. ഹദീസുകളിലും പ്രമാണങ്ങളിലുമെല്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചതും അതിന് വാഗ്ദത്തം ചെയ്യപ്പെട്ടതുമായ വലിയ നേട്ടങ്ങളെക്കുറിച്ചും മഹത്വങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ കഴിവുള്ള ആളുകളൊക്കെ ആ ശ്രേഷ്ഠമായ കർമ്മം നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. വലിയ അമലാണ്, വലിയ പ്രതിഫലമുള്ള അമലാണ്. അതിന്റെ വ്യത്യസ്തങ്ങളായ, അതിന് വഅദ ചെയ്ത സവാബുകളെ കുറിച്ചാണ് ചെറിയ നിലക്ക് വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഉദ്ഹിയ്യത്തിന്റെ വിശദമായ നിലക്ക് തന്നെയുള്ള കർമ്മശാസ്ത്ര വിഷയങ്ങൾ, ഏതെല്ലാം മൃഗങ്ങളെയാണ് ഉദ്ഹിയ്യത്തിന് പരിഗണിക്കേണ്ടത്, ആ മൃഗങ്ങൾക്കുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ്, ഉദ്ഹിയ്യത്ത് അതിന്റെ സമയം, അതിന്റെ യോഗ്യത, അവർ പാലിക്കേണ്ട ചിട്ടകൾ, മാംസവിതരണം, ആർക്കെല്ലാം കൊടുക്കാം, ആർക്കെല്ലാം കൊടുത്തുകൂടാ, അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് ചെറിയ രീതിയിൽ എന്നാൽ വളരെ ആവശ്യമായ നിലക്കുള്ള എല്ലാ വിശദീകരണങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.